അപ്പോൾ ഇതേ വീണ്ടും ഞാൻ വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല നടന്നു പോകുന്നത്. ഇന്നലെ കണ്ണമ്പുഴ അമ്പലത്തിൽ മഹോത്സവം വരുന്നല്ലോ, അപ്പോൾ അത് കാണാൻ പോണതാണ്. അമ്മുവിന് റീഡിങ് ടെസ്റ്റൊക്കെ ഉണ്ടായി, അപ്പോൾ അവനെക്കൊണ്ട് അതെല്ലാം വായിപ്പിച്ചു. മലയാളം വരുന്നേ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് ശ്രുതിനെയും പിള്ളേരെയും കണ്ടത്. അപ്പോൾ പിള്ളേർ സെറ്റുകളെല്ലാം ഒന്നിച്ച് നടന്നു. അത് കഴിഞ്ഞ് ഉത്സവപ്പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഫാമിലി എല്ലാവരും, പാപ്പനും ഇളയമ്മയും എല്ലാവരും ഉണ്ടായി. അത് കഴിഞ്ഞ് വെടിക്കെട്ട്, ഞങ്ങൾ ചെന്നതും വെടിക്കെട്ട് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതെല്ലാം അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് അവിടെ സോണി ചേട്ടൻ, സിം ചേച്ചി, ടിബി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ പേര് എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത്. അത് കഴിഞ്ഞ് എല്ലാവരും ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് കുറേ കുശലം പറഞ്ഞു. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ സോണി ചേട്ടൻ പറയണതാണ് നമ്മളെയൊക്കെ എടുക്കണുണ്ടോ എന്തോന്ന്. ഞാൻ പറഞ്ഞു എല്ലാവരും ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. നാളത്തെ യൂട്യൂബിൽ എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എടുത്തു. പിള്ളേർ സെറ്റൊക്കെ ആ വഴി ഈ വഴി കരഞ്ഞ വഴി ഓടി. അവർക്ക് മോതിരം വേണം, ഐസ് ഫ്രൂട്ട് വേണം, അങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിരുന്നേ. ഞങ്ങൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ അവന്മാരതെല്ലാം കാര്യങ്ങൾ ഒപ്പിച്ച് ബാക്കിൽ വെടിക്കെട്ടൊക്കെ വീണ്ടും നടക്കണുണ്ട് കേട്ടോ. പിള്ളേരുകൾ അതിൻ്റെ ഇടയിൽ പോയി മദാമപ്പൂട, ഞാൻ അങ്ങനെ പറയാം കേട്ടോ, സാധനത്തിന് വേറെ എന്താണാവോ പേര്, അതൊക്കെ വാങ്ങിച്ച് അവർ അതെല്ലാം വയറ്റിലാക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ അവർക്ക് അവിടെ എന്തോ പരിപാടി, എന്തോ ഗെയിം എന്തോ കണ്ടിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരക്കാണ്, അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ബജിക്കടയിലൊക്കെ പോയി ബജിയൊക്കെ വാങ്ങിച്ചു, കോളിഫ്ലവർ വറുത്തത് വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം സാപ്പിട്ട് വയറൊക്കെ നിറച്ച് എല്ലാം കയറ്റണുണ്ട്. അതായത് കാണുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി തിന്നണുണ്ട്. വയറിനും എല്ലാം പറ്റുമോ എന്തോ എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ അറിയാം.